ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. എമ്മാവൂസ് യാത്രയെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. യേശുനാഥൻ്റെ ഉത്ഥാനത്തിന് ശേഷം 2 ശിഷ്യന്മാർ എമ്മാവൂസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അത് ജെറുസലേമിൽ നിന്ന് കുറച്ചകലെയാണ്. അതിനിടയ്ക്ക് ഇവർ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വ്യാകുലരാണ്. യേശുനാഥൻ മരിച്ചതിനെക്കുറിച്ചും യേശുനാഥൻ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചൊക്കെ അവർ വ്യാകുലരാണ്. അപ്പോൾ അവരോട് കൂടെ യേശുനാഥൻ നടക്കുകയും അവരെ കേൾക്കുകയും അവരോട് തിരുവചനങ്ങളിലൂടെ സംസാരിക്കുകയും അവസാനം അപ്പം മുറിച്ച് നൽകിക്കൊണ്ട് അവരുടെ കണ്ണുകൾ തുറന്നുകൊണ്ട് അവൻ അപ്രത്യക്ഷനാവുകയുമാണ്. അപ്പോൾ ഈ സുവിശേഷം ഓരോ ക്രൈസ്തവനും ഒരു പ്രത്യാശ നൽകുന്നുണ്ട്. യേശുനാഥൻ്റെ മരണത്തോടുകൂടെ അവൻ ഉദ്ധാനം ചെയ്തുകൊണ്ട് നമ്മോട് കൂടെ ഉണ്ട് എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ഈ അപ്പോസ്തലന്മാർ അവരുടെ ദുഃഖത്തിൻ്റെ സായം സന്ധിയിലാണ്, ഇരുട്ട് നിറഞ്ഞ ഒരു ജീവിതത്തിലാണ്. അവർക്ക് ഒത്തിരി പ്രത്യാശ ഉണ്ടായിരുന്ന യേശുനാഥൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ജെറുസലേം വിട്ട് അവർ എമ്മാവൂസിലേക്ക് പോവുകയാണ്. അവരുടെ ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ ജെറുസലേം വിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു യാത്രയിൽ അവരോടൊപ്പം യേശുനാഥൻ നടക്കുകയാണ്. അപ്പോൾ എൻ്റെയും സങ്കടങ്ങളുടെ സന്ധികളിൽ എന്നോടൊപ്പം യേശുനാഥൻ നടക്കുന്നുണ്ട്. ഉദ്ധിതനായ യേശുവിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. അവൻ സ്ഥലകാലങ്ങൾക്ക് അതീതനാണ്, എല്ലാവരോടൊപ്പമുണ്ട്. പ്രത്യേകിച്ച് അവൻ്റെ ശിഷ്യന്മാരോടൊപ്പം അവർക്ക് അവനെ ആവശ്യമുള്ള സമയത്ത് അവനവിടെ ഉണ്ട്. പക്ഷേ ശിഷ്യന്മാരെ തിരിച്ചറിയുന്നില്ല. അവർ യേശുനാഥനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്തയിലാണ്. പക്ഷേ അവിടെ നിന്ന് അവരോടൊപ്പം നടക്കുകയാണ്. ഇനി ഉദ്ധിതനായ ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നത് തിരുവചനങ്ങളിലൂടെയാണ്. കാരണം അവൻ അപ്പോസ്തലന്മാരോട് സംസാരിച്ചത് തിരുവചനങ്ങളോടെയാണ്. അവനെക്കുറിച്ച് വചനങ്ങളിൽ എഴുതപ്പെട്ടിരുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ഉള്ളിലൊരു തീ ആളി കത്തിക്കുകയാണ്. ആ തീ പരിശുദ്ധാത്മാവാണ്. അപ്പം വചനം വായിക്കുന്ന ഒരു മനുഷ്യനിലാണ് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ആത്മാവ് ജ്വലിക്കുന്നത്. ഇതവിടെ അവസാനിക്കുന്നില്ല. പിന്നീട് അവൻ അപ്പം മുറിച്ച് നൽകിക്കൊണ്ട്, അതായത് തിരുശരീര രക്തങ്ങളുടെ സാദൃശ്യത്തിൽ അവൻ തന്നെ അവർക്ക് നൽകിക്കൊണ്ട് വീണ്ടും അവരുടെ കണ്ണുകൾ തുറക്കുകയാണ്. അവർ പറയുന്നുണ്ട്, അവൻ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ഒപ്പം അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അവൻ വചനങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് ജ്വലിക്കുന്നുണ്ടായിരുന്നില്ലേ എന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഉദ്ധിതനായ യേശുനാഥൻ നമ്മളോട് സംസാരിക്കുന്നത് തിരുവചനങ്ങളിലൂടെയാണ്. അവിടെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ചില കൂദാശകളിലൂടെയാണ്. നമ്മൾ പ്രാർത്ഥനകളിലൂടെ, കൂദാശകളിലൂടെ അവിടെ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുമ്പസാരം നമ്മൾ പ്രാർത്ഥനയ്ക്ക് എത്തുമ്പോൾ നമ്മുടെ ദിവ്യബലിയിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനയും തമ്പുരാൻ നമ്മുടെ തൊട്ടടുത്തിരുന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവൻ നമ്മളോട് സംസാരിക്കുന്നത് തിരുവചനങ്ങളിലൂടെയാണ്. നമ്മുടെ ആത്മാവിനെ ആളി കത്തിക്കുകയാണ്. അണഞ്ഞുപോയ പ്രത്യാശയുടെ തീനാളത്തെ അവൻ ആളി കത്തിക്കുന്നത് അങ്ങനെയാണ്. പിന്നീട് അവൻ അപ്പം മുറിച്ച് നൽകിക്കൊണ്ട് തന്നെ നൽകിക്കൊണ്ട് അവൻ നമ്മുടെ ഉള്ളിൽ വരികയും നമ്മുടെ കണ്ണുകൾ തുറക്കുകയും ചെയ്യാൻ. അപ്പോൾ ഈ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഉദ്ധിതനായ യേശുനാഥൻ ദൂരത്തൊന്നും പോയിട്ടില്ല. അവൻ നമ്മളോടൊപ്പം വചനങ്ങളിലൂടെയും കൂദാശകളിലൂടെയും ജീവിക്കുന്നുണ്ട് എന്നുള്ള വിധം. അപ്പോൾ അവനെ കൂടുതൽ തിരിച്ചറിയാൻ, വചനങ്ങളിൽ ആഴപ്പെടാൻ, കൂദാശകളിൽ ആഴപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അനുഗ്രഹവും കൃപകളും നമ്മൾ സ്വീകരിക്കുന്നത് ഈ കൂദാശ. അപ്പോൾ അനുദിന കൂദാശകളിലൂടെ, വചന വായനയിലൂടെ, ധ്യാനത്തിലൂടെ തമ്പുരാനെ കൂടുതൽ തിരിച്ചറിയാൻ, എന്നെ കേൾക്കുന്നവനെ എനിക്ക് ശ്രവിക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.